ഡേ 5. രണ്ട് കാറും 8 പേരുമായി തീരുമാനിച്ച ഞങ്ങളുടെ ട്രിപ്പ് 5 പേര് ഒരു കാറുമായി ചുരുങ്ങി. എന്നാലും സാരില്ല, ട്രിപ്പ് ഈസ് ഓൺ. തൊടുപുഴയ്ക്ക് അടുത്തുള്ള കരിങ്കുന്ന് ഹിൽ ടോപ്പ് റിസോർട്ടിലേക്കാണ് യാത്ര. ശരത്തിനെ വയറ്റിൽ നിന്ന് ഞങ്ങൾ പൊക്കി. തൃപ്പൂണിത്തുറ വഴി ചോറ്റാനിക്കര നിർത്തി ബിരിയാണിയും കയറ്റി ഏതോ ഉൾനാടൻ വഴിയിലൂടെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ റീഡയറക്ട് ചെയ്തു. എന്തായാലും ട്രാഫിക് ഒന്നുമില്ലാതെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഞങ്ങൾ ഒരു ഫിലിം ഷൂട്ടിംഗ് കണ്ടത്. ഞങ്ങളൊന്ന് ഞെട്ടി. ഇതാണ് ദൃശ്യം സിനിമയിലെ വീട്. ദൃശ്യം 3 ഷൂട്ടിംഗ് നടക്കുകയാണ്. വീഡിയോ എടുക്കാൻ പാടില്ല ചേട്ടാ എന്ന് പയ്യൻ, ഒന്ന് പോട്ടർക്ക എന്ന് അനൂപ്. ചെറുക്കനെയും വെറുപ്പിച്ച് പുറത്തുനിന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ പതുക്കെ നീങ്ങി. ഇതേ നമ്മുടെ റിസോർട്ട് എത്തി. തൊടുപുഴയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി ഒരു കുന്നിന്റെ മുകളിലാണ് റിസോർട്ട്. ഷെടാ, ഇതെന്താ വല്ല ധ്യാന കേന്ദ്രമാണോ? ഇതായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ. മുൻവശത്തെ വിശാല മുറ്റവും ഓഡിറ്റോറിയം കണ്ടപ്പോൾ അങ്ങനെ ഒരു പ്രതീതി. പക്ഷേ നല്ല വൃത്തിയുള്ള കുറെ കോട്ടേജുള്ള ഒരു റിസോർട്ട്. റിസപ്ഷനിലെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കീയും വാങ്ങി കോട്ടേജിനകത്തേക്ക് കയറി. റിസോർട്ടും പരിസരവും വിശദമായി അടുത്ത വീഡിയോയിൽ കാണിക്കാം. തൽക്കാലം അടി തുടങ്ങാനുള്ള ടച്ചിങ് സെറ്റ് ആക്കണം. റോക്കു ജിന്റെ കൂടെ ഹെൽത്തി ടച്ചിങ്സായി കാടമുട്ട ട്രൈ ചെയ്യാമെന്ന് കരുതി. സംഭവം കൊള്ളാം. 1-2 വിട്ട് ഞങ്ങൾ ചാർജായി. നേരെ പൂളിലേക്ക് വിട്ടു. ടീഷർട്ട് ഒരു കൊഴുപ്പിച്ചാടിയ ശരീരവും കരടി രോമം വെട്ടി വെളുപ്പിച്ച നെഞ്ചും വിരിച്ച് നിൽക്കുന്ന പ്രവീണിനെ എല്ലാം കണ്ടതോടെ നാറികിടന്ന് മനസ്സിൽ ശവിച്ചുകൊണ്ട് ഫാമിലീസൊക്കെ പൂളിൽ നിന്ന് കയറിപ്പോയി. ഇനി ഇത് ഞങ്ങളുടെ മാത്രം സാമ്രാജ്യം. അമീബയെ പറ്റിയുള്ള പേടിയൊക്കെ റിസപ്ഷനിലെ ചേച്ചിയോട് നേരത്തെ തന്നെ ചോദിച്ച് സംശയദൂരീകരണം നടത്തിയതോടെ പൂളിൽ കിടന്ന് മെണപ്പോട് മെണപ്പ്. വിശപ്പിന്റെ വിളി കാരണം നേരെ അടുത്തുള്ള തട്ടുകട വെച്ച് പിടിച്ചു. പോർക്കും കപ്പയും ചിക്കൻ 65ഉം ബീഫും എല്ലാം അകത്താക്കി. മനസ്സും വയറും നിറഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക്. ബാക്കി നാളെ. ഓട് സ്ലംബി.